ഇന്ന് ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ വരുന്ന ചിറയിൻകീഴ് അസംബ്ലി മണ്ഡലത്തിൽ മുതാക്കൽ പഞ്ചായത്തിൽ അടൂർ പ്രകാശിൻ്റെയും ജോയിയുടെയും സംയുക്ത സ്ഥാനാർത്ഥി ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ജയിച്ചിരിക്കുകയാണ്. ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് ചേർന്നു ഇന്ത്യ മുന്നണി ആണ് മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ജയിച്ചിരിക്കുന്ന പള്ളിയറ ശശി. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. 20 പഞ്ചായത്ത് മെമ്പർമാരുള്ള മുതാക്കൽ പഞ്ചായത്തിൽ BJPയും സ്വതന്ത്രയായിട്ടുള്ള ശ്രീജയും ചേരുന്ന സമയത്ത് 8 അംഗങ്ങളോടുകൂടി BJPയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീജ ജയിക്കുമെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് CPMഉം കോൺഗ്രസും CPIയും ഒരുമിച്ച് ചേർന്ന് BJP പിന്തുണയുള്ള സ്വതന്ത്രയെ തോൽപ്പിക്കാനായി ഇന്ത്യ മുന്നണി സഖ്യം പരീക്ഷിച്ച് അങ്ങനെ കോൺഗ്രസിൻ്റെയും CPMൻ്റെയും 12 മെമ്പർമാർ വോട്ട് ചെയ്ത് പള്ളിയറ ശശിയെ വിജയിപ്പിച്ചിരിക്കുന്നു. നോമിനേഷൻ കൊടുക്കേണ്ട സമയം ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ആറ്റിങ്ങലിലെ ജനതയെ വഞ്ചിക്കാതെ, പറ്റിക്കാതെ, ചതിക്കാതെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മത്സരിക്കുന്നതാണ് നല്ലത്. മുതാക്കലിൽ CPMഉം കോൺഗ്രസും എടുത്ത മാതൃക ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ ജോയിയോ അല്ലെങ്കിൽ അടൂർ പ്രകാശോ ഇതിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് V. മുരളീധരനെതിരെ മത്സരിക്കണമെന്ന് ഞങ്ങൾ അടൂർ പ്രകാശിനോടും V. ജോയിയോടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ആറ്റിങ്ങൽക്കാരെ ഇനിയും വഞ്ചിക്കരുത്, പറ്റിക്കരുത്. നിങ്ങൾക്ക് മുതാക്കൽ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ, മുതാക്കൽ പഞ്ചായത്ത് മുതൽ ഇന്ത്യൻ പാർലമെന്റ് വരെ കോൺഗ്രസും CPMഉം ഒന്നാണ് എന്ന് ഇതിലൂടെ തെളിയിക്കുകയാണ്. അത് പഞ്ചായത്തായാലും പാർലമെന്റ് ആയാലും അവരുടെ നിലപാടൊന്നാണ്, നയം ഒന്നാണ്. അവർ ഒരേ തൂവൽ പക്ഷികളാണ്, അല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് BJP കാലാകാലങ്ങളായിട്ട് പറയുന്നത് വസ്തുതാപരമായിട്ട് ശരിയാണോ എന്ന് ഇന്ന് മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ CPMഉം കോൺഗ്രസും ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ നൽകിയ വിപ്പിലൂടെ ബോധ്യം വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കപട മുന്നണികളെ, ഇടതുപക്ഷ വലതുപക്ഷ കപട മുന്നണികളുടെ കപട സ്ഥാനാർത്ഥികളായ അടൂർ പ്രകാശിനും V. ജോയിക്കും ആറ്റിങ്ങലിലെ പൗരബോധമുള്ള, നീതിബോധമുള്ള ജനത തക്കതായിട്ടുള്ള ഉത്തരം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നൽകുമെന്ന് ഞങ്ങൾ ഈ 2 മുന്നണികളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ V. മുരളീധരനെതിരെ ഇവിടെ ഒരുമിച്ച് സ്ഥാനാർത്ഥിയെ നിർത്താൻ LDFനെയും UDFനെയും BJP വെല്ലുവിളിക്കുകയാണ്. മുതാക്കൽ പഞ്ചായത്തിലെ മാതൃക സ്വീകരിച്ചു. BJP വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് മുന്നോട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഈ അവിശുദ്ധ സഖ്യത്തിനെതിരെ ജനങ്ങൾ ബോധവാന്മാരായിരിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. എന്തായാലും ശരി, മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ BJPയുടെ അനിഷേധ്യമാർന്ന ശക്തിയുണ്ട്. ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ BJPക്ക് 7 അംഗങ്ങളും BJPയോടൊപ്പം നിൽക്കുന്ന സ്വതന്ത്രയായിട്ടുള്ള ശ്രീജയുമുണ്ട്. ഞങ്ങൾ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി മുമ്പ് പ്രവർത്തിച്ചതുപോലെ തന്നെ വളരെ അഭിമാനകരമായിട്ട് വരും നാളുകളിൽ പ്രവർത്തിക്കും. ഞങ്ങൾ മനസ്സിലാക്കുന്നു, ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസ് പാർട്ടിയെയും വിലക്കെടുത്ത് ഇന്നുണ്ടാക്കിയിരിക്കുന്ന ഈ മുതാക്കലിലെ ഭരണം അത് ശാശ്വതമായിരിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പക്ഷത്തു നിന്നും BJPയുടെ പോരാട്ടം തുടരുക തന്നെ ചെയ്യും.